നമസ്കാരം. ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്കിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 3 ആഴ്ചകളിലായി ഓരോ ആഴ്ചയിലും നമ്മുടെ കേരളത്തിലുടനീളം ഏഷ്യാനെറ്റിൻ്റെ ഫൈബർ പുതിയ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നമ്മൾ 12 ക്ലസ്റ്ററുകളായി തിരിച്ച് 12 ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ബാക്കിയായി ഈ 3-ാം ആഴ്ചയും നമ്മൾ പുതിയ 12 ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രേക്ഷകർക്കൊക്കെ അറിയാം എന്താണ് നമ്മുടെ ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫർ എന്നുള്ളത്. 100% പേര് പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്ക് 100% ക്യാഷ് ബാക്ക് ആണ്. കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിൽ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഫൈബർ പുതിയ സബ്സ്ക്രിപ്ഷൻ എടുത്തവരിൽ നിന്ന് 12 ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്ത് അവർക്ക് 100% ക്യാഷ് ബാക്ക് ഓൺ സബ്സ്ക്രിപ്ഷൻ സമ്മാനമായി നൽകുകയാണ്. അപ്പോൾ ഇതൊരു ലക്കി ഡ്രോ കോൺടെസ്റ്റ് ആണ്. ഈ നമ്മുടെ ലാപ്ടോപ്പിൽ ഒരു ഡിസ്ക് ഉണ്ട്, കളർ ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് സ്പിൻ ചെയ്യുമ്പോൾ ഒരു ഭാഗ്യശാലിയിൽ എത്തി നിൽക്കും. ആ ഭാഗ്യശാലിക്ക് 12 ക്ലസ്റ്ററിൽ നിന്നും 12 പേർക്കായിട്ടാണ് നമ്മൾ സമ്മാനം നൽകുന്നത്. അപ്പോൾ ഈ ആഴ്ചയിലെ ആ 12 ക്ലസ്റ്റേഴ്സിലെ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലും ഒരു വെരി 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 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ശരിക്കും ഈ എപ്പിസോഡ് ഒരു ബ്ലെസ്ഡ് എപ്പിസോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ ഒരു അതിഥിയാണ് നമുക്ക് ഗസ്റ്റായിട്ട് വരുന്നത്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഹീ ഈസ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി. കാരണം 25 വർഷത്തോളമായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ കേബിളും ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഡാറ്റ ലൈൻ സർവീസും ഒക്കെ എടുക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഭാഗം എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരു ആളാണ്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമ്മൾ ഗസ്റ്റായിട്ട് സ്വാഗതം ചെയ്യുന്നത്. മറ്റാരുമല്ല, തെക്കേടത്ത് മന വിഷ്ണു നമ്പൂതിരി, ശബരിമലയിലെ മുൻ മേൽശാന്തിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ അനുഗ്രഹീതമായ എപ്പിസോഡിനെ അതിനെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സ്വാമി ശരണം. തിരുമേനി, ആദ്യം തന്നെ ഒരുപാട് സന്തോഷം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് കിട്ടിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേബിൾ സർവീസസിൻ്റെ ഒരു 25 വർഷത്തെ ഒരു ബന്ധം, അതായത് നമ്മൾ 30ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 25 വർഷത്തെ ബന്ധം എന്ന് പറയുന്നത് ഒരു വളരെ നീണ്ടകാല ബന്ധമാണ്. അപ്പോൾ ആദ്യം മുതലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയിൽ, നമ്മുടെ കുടുംബാംഗം എന്നുള്ള നിലയിൽ ആ ഒരു സന്തോഷവും അനുഭവവും ഒന്ന് പങ്കുവെച്ച് തുടങ്ങാൻ. തീർച്ചയായിട്ടും ഞാൻ ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ്റെ കേബിൾ ആദ്യം എടുക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരുപക്ഷെ മറ്റ് ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ കേബിൾ എടുക്കുമ്പോൾ അന്ന് ഒരു പ്രത്യേകതയായിരുന്നു അതിന്. ഒരു അധികം പ്രോഗ്രാമുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളതിലൂടെ ഒരു പ്രത്യേകമായ കാഴ്ചയോടുകൂടി തന്നെ കാണാൻ സാധിച്ചു. അതിലെ ഒരുപക്ഷെ ഏഷ്യാനെറ്റിനോട് ഉള്ള കടപ്പാടും നന്ദിയും ഞാൻ ഈ അവസരത്തെ അറിയിക്കുന്നു. കാരണം ഇത്രത്തോളമൊന്നും ടെക്നോളജി വളർന്നു വരാത്ത കാലഘട്ടത്തിലും അവരങ്ങേറ്റം നല്ല രീതിയിൽ ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിലുള്ള തിയേറ്റർ ഭംഗിയാക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നും അത് തുടരട്ടെ എന്ന് ഈ തരുണത്തിൽ ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. ശരിക്കും നമ്മൾ ഒരു നാഷണൽ ചാനൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്ത് എനിക്കൊന്നും ഒരു റെവല്യൂഷൻ ആയിരുന്നു അല്ലേ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ദൃശ്യത്തിന്റെ ഒരു പുതിയ ലോകത്തിലേക്കാണ് നമ്മളെല്ലാവരും കൊണ്ടെത്തിച്ചത്. അപ്പം എന്തായാലും ഒരുപാട് അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇനിയും പങ്കുവെക്കാനുണ്ട്. തിരുമേനി, നമ്മുടെ പ്രോഗ്രാം 12 ക്ലസ്റ്ററായിട്ട് തിരിച്ച് 12 ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്ത് അവർക്ക് 100% ക്യാഷ് ബാക്ക് നൽകുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച ഏഷ്യാനെറ്റ് ഫൈബർ കണക്ഷൻ എടുത്ത സബ്സ്ക്രൈബേഴ്സിൽ നിന്ന്. അപ്പോൾ ഫൈബർ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യത്തെ ക്ലസ്റ്റർ ഒന്ന് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലസ്റ്ററിലേക്ക് പോവുകയാണ്. നമ്മൾ നമ്മുടെ തലസ്ഥാന നഗരത്തിൽ നിന്ന് തന്നെ പോവാം. തലസ്ഥാനത്തെ നമ്മൾ 2 ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ട്രിവാൻഡ്രം 1 ആൻഡ് ട്രിവാൻഡ്രം 2. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം 2-വിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? ട്രിവാൻഡ്രം 2-ലെ ഭാഗ്യശാലിയെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ സ്പിൻ ചെയ്യുകയുള്ളൂ, തിരുമേനിയായിരിക്കും ഭാഗ്യശാലിയുടെ പേര് ഡിക്ലെയർ ചെയ്യുന്നത് കേട്ടോ. ട്രിവാൻഡ്രം 2-വിൽ നമുക്ക് ആ കളർ ഡിസ്ക് നമുക്കറിയാം, ഒരുപാട് ലൈൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത്രയും പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കഴിഞ്ഞ വീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം 2-വിലെ ഏറ്റവും പുതിയ കഴിഞ്ഞ ഒരാഴ്ചത്തെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഒരു ഭാഗ്യശാലി ഇതാ വരുന്നു. 100% ക്യാഷ് ബാക്ക് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലിയെ ഇപ്പോൾ നമ്മുടെ തിരുമേനി ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും.
അഭിനന്ദനങ്ങൾ ആൽബിൻ ബാബു. ആൽബിൻ ബാബു ഫ്രം വർക്കല. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രം സെക്കൻഡ് ക്ലസ്റ്ററിൽ നിന്നും നമ്മുടെ ഫാമിലിയുടെ ഭാഗമായ ആൽബിൻ ബാബുവിന് 100% ക്യാഷ് ബാക്ക് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സന്തോഷമായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് വേഗം നമ്മൾ ട്രിവാൻഡ്രം ക്ലസ്റ്റർ 1 നമുക്ക് പോകാം. ട്രിവാൻഡ്രം ക്ലസ്റ്റർ 1 പ്രധാനമായിട്ടും കുറച്ച് നഗര മേഖലകളാണ് വരുന്നത്. ഔട്ട്സ്കേർട്സിലെ ചില സ്ഥലങ്ങളും വരുന്നുണ്ട്, എങ്കിലും മോർ ഓഫ് സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം ക്ലസ്റ്റർ 1 ഭാഗ്യശാലിയിലേക്ക് പോകാം. നോക്കാം അല്ലേ തിരുമേനി? യെസ്. അപ്പം നമ്മുടെ സെക്കൻഡ് ക്ലസ്റ്ററിലെ ഭാഗ്യശാലി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലസ്റ്ററിൽ നിന്നും ഇതാ വരുന്നു. നമ്മുടെ തിരുമേനി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. മുകേഷ് കുമാർ. അഭിനന്ദനങ്ങൾ. പാപ്പനംകോട്ട് നിന്നുള്ള മുകേഷ് കുമാറാണ്. അതെ, പാപ്പനംകോട് നിന്ന് മുകേഷ് കുമാർ MS ആണ് നമ്മുടെ ഭാഗ്യശാലി ആയിരിക്കുന്നത്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. $100% ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് സ്കീമാണോ നമ്മുടെ ഫൈബറിൻ്റെ സ്കീം എടുത്തിട്ടുള്ളത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ 100% സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും മുകേഷ് കുമാർ ഹാപ്പിയായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് വേഗം നമ്മൾ അടുത്ത 2 ക്ലസ്റ്ററും കൂടെ എടുത്തിട്ട് തിരുമേനിയോട് ബാക്കി വിശേഷങ്ങളൊക്കെ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരേക്കാണ് കേട്ടോ. തൃശ്ശൂർ ക്ലസ്റ്ററിൽ നിന്നും നമുക്ക് ഒരു ഭാഗ്യശാലി നോക്കാം അല്ലേ തിരുമേനി? യെസ്, തൃശ്ശൂർ ക്ലസ്റ്ററിൽ നിന്ന് ഒരു ഭാഗ്യശാലി ഇതാ വരുന്നു. തിരുമേനി ഇപ്പം ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. തൃശ്ശൂരിൽ നിന്ന് ഹിമ ജോസ്. തൃശ്ശൂർ സൗത്തിൽ നിന്നുള്ള ഹിമ ജോസ് ആണ്. അഭിനന്ദനങ്ങൾ. യെസ്, തൃശ്ശൂർ സൗത്ത് നിന്നും ഹിമ ജോസ് ആണ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഹിമ ജോസ്. 100% ക്യാഷ് ബാക്ക് ഓൺ ഏഷ്യാനെറ്റ് ഫൈബർ സബ്സ്ക്രിപ്ഷൻ കരസ്ഥമാക്കിയിരിക്കുന്നു. അപ്പം 3 ക്ലസ്റ്റേഴ്സ് കഴിഞ്ഞു. ട്രിവാൻഡ്രം 1, 2 ആൻഡ് തൃശ്ശൂരാണ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞത്. ഇനി ഒരു ക്ലസ്റ്ററിലെയും കൂടെ ഭാഗ്യശാലിയെ നമുക്ക് വേഗം നോക്കാം. പത്തനംതിട്ട തിരുമേനിയുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്, സ്വന്തം നാടാണ്. അതെ അതെ. അപ്പം നമുക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ള ഭാഗ്യശാലിയെ കൂടി ഒന്ന് നമുക്ക് കണ്ടെത്തിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ നോക്കാം അല്ലേ തിരുമേനി? പത്തനംതിട്ട ക്ലസ്റ്ററിൽ നിന്നും ഒരു ഭാഗ്യശാലി വരുന്നുണ്ട്. ഈ കളർ ഡിസ്കസ് വിൻ ചെയ്ത ഒരാളിലേക്ക് എത്തിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ശശി KK മാന്നാർ. യെസ്, ശശി KK, മിസ്റ്റർ ശശി KK ഫ്രം മാന്നാർ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. 100% ക്യാഷ് ബാക്ക് ലഭിച്ചിരിക്കുന്നു സമ്മാനമായിട്ട്. അപ്പം ഈ നമ്മളോടൊപ്പം ഉള്ളത് ശബരിമലയിലെ മുൻ മേൽശാന്തിയാണ്. ഈ മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്തിനും ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരുപാട് ഈ ബ്രാസിൻ്റെ നമുക്കല്ലേ. അത് മാത്രമല്ല ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ളതാണ്. കാരണം എൻ്റെ ജന്മസ്ഥലം മാന്നാറാണ്. അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. കാര്യം എൻ്റെ സ്വദേശം ചെന്നിത്തലയാണ്. എൻ്റെ അച്ഛൻ മാന്നാറുള്ള തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശാന്തിയായിരിക്കുമ്പോഴാണ് എൻ്റെ ജനനം. ഓ, അപ്പോൾ വളരെ അഭേദ്യമായ ബന്ധമുള്ള സ്ഥലമാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ. വളരെ 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 സന്തോഷം. അപ്പോൾ തിരുമേനി, നമുക്ക് ബാക്കി ക്ലസ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു 25 years ആയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് കേബിളിൻ്റെ സബ്സ്ക്രൈബറാണ്. എപ്പോഴാണ് നമ്മുടെ ഒരു ഡാറ്റ ലൈൻ സർവീസിലേക്കൊക്കെ വരുന്നത്? സർവീസ് വരുന്നത് ഏകദേശം 2003 കാലഘട്ടത്തിലൊക്കെയാണ് തോന്നുന്നു. 2003 എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഏതാണ്ട് 21 വർഷത്തോളമായിട്ടുണ്ട്. കാരണം എനിക്ക് അന്ന് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മക്കൾ ഇതിൻ്റെ യൂസിനെ കുറിച്ച് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എന്തായാലും ഒരു പരീക്ഷണാർത്ഥം എന്നുള്ള നിലയിൽ അത് എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്നിപ്പം അതൊരു അനിവാര്യമായ ഒരു ഇതായിട്ട് മാറി. ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് വന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനവും ഉപയോഗപ്രദവുമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മുടെ ഒരു ജനറേഷനിൽ കൂടുതൽ ഇപ്പം സിനിമ കാണാനാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും മറ്റേത് കാര്യത്തിനും ഈ ഇന്റർനെറ്റ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. തിരുമേനിയുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസിൽ എങ്ങനെയാണ് ഈ എൻ്റെ ആക്ടിവിറ്റി? സാധാരണ എനിക്കത് കൂടുതലായിട്ട് ഉപയോഗം കുട്ടികളെല്ലാം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഈ അവിടുത്തെ ഈ അവരുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കും അതേപോലുള്ള കമ്മ്യൂണിക്കേഷൻസിനെല്ലാം അത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വല്ലപ്പോഴും അത് വാട്സപ്പ് അല്ല അങ്ങനെയുള്ള മെസ്സേജ് എന്തെങ്കിലും കൊടുക്കുക, അതിനെല്ലാം
വളരെയധികം ഉപയോഗമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോൾ നമുക്ക് ഒരുപക്ഷെ കേബിൾ വിഷൻ ഇല്ലെങ്കിലും ഈ വൈഫൈ അല്ലെങ്കിൽ ഈ ഒരു ബ്രോഡ്ബാൻഡ് ഇല്ലാതെ പറ്റില്ല അവസ്ഥയിലാണ്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൊബൈൽ നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ഓർഗൻ ആയതുപോലെ ഇന്റർനെറ്റ് അതിന്റെ ഭാഗമാണല്ലോ അല്ലേ, മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അപ്പം നമുക്കിനി അടുത്ത ക്ലസ്റ്ററിലേക്ക് പോയാലോ തിരുമേനി? അടുത്ത 4 ക്ലസ്റ്റേഴ്സിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പത്തനംതിട്ട വരെ എത്തിയിരുന്നു. യെസ്, ഇനി നമുക്ക് പാലക്കാട് ക്ലസ്റ്ററിൽ നമുക്ക് നോക്കാം അല്ലേ, ആരാണ് പുതിയ ഭാഗ്യശാലിയായിട്ട് വരുന്നത്. പാലക്കാട് ക്ലസ്റ്ററിൽ പുതിയ സബ്സ്ക്രിപ്ഷൻ എടുത്തവരിൽ നിന്നും ഒരു ഭാഗ്യശാലി ഇസ് ഓൺ ദ വേ വന്നിട്ടുണ്ട്. ജിഷ എ, പാലക്കാട് നിന്നുള്ള ജിഷയാണ്. അഭിനന്ദനങ്ങൾ. യെസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. പാലക്കാട് 1 നിന്നും ജിഷ എ ആണ് നമുക്ക് വിന്നർ ആയിരിക്കുന്നത്. ജിഷ ഹാപ്പിയായി കാണുമെന്ന് വിചാരിക്കുന്നു. 100% ക്യാഷ് ബാക്ക് ആണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നമ്മുടെ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ 30ാമത്തെ വാർഷികം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ആഘോഷിച്ച് തുടങ്ങിയതാണ്. ഒരുപാട് സമ്മാനങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തന്നിട്ടുണ്ട്. അത് കേബിൾ കണക്ഷൻ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആകട്ടെ, നമ്മുടെ ഫൈബർ സബ്സ്ക്രൈബേഴ്സ് ആകട്ടെ, 2 പേർക്കും നമ്മൾ 2 കൂട്ടർക്കും കൈനിറയെ സമ്മാനങ്ങൾ തന്നാണ് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ആഘോഷിച്ചത്. ആക്ച്വലി ഇതും അതിൻ്റെ ഈ 2024 ഇതും അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. പുതിയ ഓരോ ആഴ്ചയിലെയും ഫൈബർ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 12 ക്ലസ്റ്റേഴ്സിൽ നിന്ന് 12 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പാലക്കാട് ക്ലസ്റ്റർ നമ്മൾ 5 ക്ലസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം അടുത്ത ക്ലസ്റ്ററിലേക്ക് പോകാം. നമ്മൾ പാലക്കാട് നിന്നും അക്ഷര നഗരിയായിട്ടുള്ള കോട്ടയത്തേക്കാണ് കേട്ടോ പോകുന്നത്. കോട്ടയം ക്ലസ്റ്ററിലെ കഴിഞ്ഞ ഒരാഴ്ച പുതിയ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളവരെയാണ് നമ്മൾ ആ കളർ ബോക്സിൽ ഡിസ്കിൽ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ നമുക്ക് കണ്ടെത്താം. കോട്ടയം ക്ലസ്റ്ററിൽ നിന്നും നമ്മുടെ 6th ക്ലസ്റ്റർ. യെസ്, അഭിനന്ദനങ്ങൾ മിസ്റ്റർ ബിനു തോമസ്, മണ്ണാർക്കാട്. യെസ്, മണ്ണാർക്കാട് നിന്നും മിസ്റ്റർ ബിനു തോമസ് ആണ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ. ശരിക്കും നമുക്ക് എന്താണെന്നറിയോ, നമുക്കിത് ഡിക്ലെയർ ചെയ്യുന്ന തിരുമേനിക്കും ഒപ്പം പറയുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നിങ്ങളുടെ മുഖത്ത് വിടരുന്ന ഒരു പുഞ്ചിരി അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള കുറച്ച് വിഷമമാണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷയുണ്ട്. നമ്മൾ അടുത്ത ക്ലസ്റ്ററിലേക്ക് കോട്ടയത്ത് നിന്നും കൊല്ലം ക്ലസ്റ്ററിലേക്ക്, നമ്മുടെ തൊട്ട് അയൽ ജില്ലയായിട്ടുള്ള കൊല്ലം ക്ലസ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. യെസ്, കൊല്ലം ക്ലസ്റ്ററിൽ നമ്മൾ സ്പെൻഡ് ചെയ്തൊരു ഭാഗ്യശാലിയിലേക്ക് പോകുന്നു. കൊല്ലം ക്ലസ്റ്ററിലെ ഭാഗ്യശാലി യെസ് രമ്യ ആർ നായർ, കൊല്ലം ഫസ്റ്റ്. കൊല്ലം നിന്ന് രമ്യ ആർ നായർ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. വേഗം ഒരു ക്ലസ്റ്ററിലേക്ക് കൂടി നമുക്ക് പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്നു 8 ക്ലസ്റ്റർ ആവും. 8 ക്ലസ്റ്റർ നമ്മൾ കവർ ചെയ്യും. യെസ്, അപ്പോൾ കണ്ണൂരാണ് നമ്മൾ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കണ്ണൂരേക്ക് പോവുകയാണ്. അപ്പോൾ കാസർഗോഡ് റീജിയൻ അടക്കം കണ്ണൂർ ക്ലസ്റ്ററിലായിരിക്കും വരുന്നത്. അപ്പോൾ കണ്ണൂർ ക്ലസ്റ്ററിലെ ഭാഗ്യശാലി ഇതാ വരുന്നു. തിരുമേനി ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നതാണ്. 100% ക്യാഷ് ബാക്ക് ഓൺ ഫൈബർ സബ്സ്ക്രിപ്ഷൻ ഗോസ് ടു കണ്ണൂരിൽ നിന്നും സാജിദ മെഹ്റൂഫ് ഫ്രം കണ്ണൂർ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ് സാജിദ മെഹ്റൂഫ്. തിരുമേനി, നമ്മുടെ ഈ ഒരു ഏഷ്യാനെറ്റ് ഡേറ്റ ലൈൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഗ്രാജുവൽ ആയിട്ടാണ് ഒരു സ്പീഡ് ഇൻക്രീസ്, ഇപ്പോൾ 5G വരെ എത്തി നിൽക്കുന്ന ഒരു ടെക്നോളജിയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഈ സ്പീഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, സർവീസസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതെന്തൊക്കെയാണെന്നൊന്ന്. സ്പീഡ് ഒരു പക്ഷേ ടെക്നോളജിയുടെ വികസനത്തിനനുസൃതമായിട്ട് സ്പീഡ് ഞങ്ങൾക്ക് അതറിയാൻ സാധിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലാണെങ്കിലും കുട്ടികൾ പറയാറുണ്ട്. അതേപോലെ മറ്റുള്ള ഉപയോഗങ്ങൾക്കുമൊക്കെ ആ സ്പീഡ് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഇതിൽ സർവീസിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാനത് അതിൻ്റെ തന്നിട്ടൊരു അതിലൊരു കസ്റ്റമർ സർവീസ് നമ്പറുണ്ട്. അതിൽ വിളിച്ച് പറഞ്ഞാൽ മിക്കവാറും ഒരു 24 hours തന്നെ അത് അവർ ക്ലിയർ ചെയ്യാറുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സഹായിച്ച ഒരു സംഭവമാണ് ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു? കാരണം ഈ കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ആ കോവിഡ് കാലത്ത് തീർച്ചയായിട്ടും അത് കോവിഡ് കാലത്ത് എടുത്തു പറയണമല്ലോ. അത് ഇവിടെ നമുക്ക് ലോകം
എമ്പാടും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് ഇവിടുത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരം നഗരിയെ സംബന്ധിച്ചിട്ട് ഈ ഓൺലൈനിൽ കൂടെയുള്ള വിദ്യാഭ്യാസ മേഖലകൾക്കെല്ലാം കുട്ടികൾക്ക് അങ്ങേറ്റം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളുടെ എല്ലാം അധ്യാപകനായിട്ട് തന്നെ ഈ ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് പരിണമിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതെല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഞങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. ശരിക്കും കോവിഡ് കാലത്തിനെ കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ ലോകം മുഴുവൻ സ്തംഭിച്ചപ്പോഴും വെർച്വലി നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഇന്റർനെറ്റ് തന്നെയാണ്. അതെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി അടുത്ത 4 ക്ലസ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഇനി 4 ഭാഗ്യശാലികളെ കൂടിയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ആദ്യം കൊച്ചിൻ സെക്കൻഡ് ക്ലസ്റ്ററിൽ നിന്ന് ഉള്ള ഭാഗ്യശാലിയെ നമുക്ക് നോക്കാം. ഒരു ഭാഗ്യശാലി കൊച്ചിൻ 2 ആണ് ക്ലസ്റ്റർ. കൊച്ചിൻ 2-ൽ നിന്ന് 100% ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഭാഗ്യശാലിയെ ഇതാ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഡിസ്കിൽ കാണുന്ന അത്രയും സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ലാസ്റ്റ് വീക്ക് വന്നിട്ടുള്ളത്. യെസ്, വന്നു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ. ഷീജ ബാബു ഫ്രം നോർത്ത് പറവൂർ നിന്നും ഷീജ ബാബു ആണ് നമുക്ക് വിന്നറായിട്ട് വന്നിരിക്കുന്നത്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനി അടുത്ത നമുക്ക് കൊച്ചിൻ ഫസ്റ്റ് ക്ലസ്റ്ററിലേക്ക് വേഗം പോകാം. കൊച്ചി 2 ക്ലസ്റ്ററാണ്. നമ്മുടെ തിരുവനന്തപുരവും കൊച്ചിയും 2 ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ ഫസ്റ്റ് ക്ലസ്റ്ററിൽ നിന്നും ഒരു ഭാഗ്യശാലി വരുന്നുണ്ട്. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കൊച്ചിൻ 1-ൽ. അത്രയും കളേഴ്സ് നമുക്ക് സ്പോക്സ് കാണാം. യെസ്, മിസ്റ്റർ വിജയകുമാർ കാക്കനാട് നിന്നും മിസ്റ്റർ വിജയകുമാർ. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ നാട്ടിൽ നിന്ന് വിജയകുമാറാണ് വിന്നറായിരിക്കുന്നത്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനി അവശേഷിക്കുന്ന 2 ക്ലസ്റ്റേഴ്സിലേക്കും കൂടി നമുക്ക് വേഗം പോകാം. കോഴിക്കോട് ഒരുപാട് രുചികരമായിട്ടുള്ള ഭക്ഷണ വെറൈറ്റീസ് കിട്ടുന്ന ഒരു സ്ഥലം, ചരിത്രമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് ക്ലസ്റ്ററിൽ നിന്നുള്ള ഭാഗ്യശാലിയിലേക്ക് നമുക്ക് പോകാം അല്ലേ? യെസ്, സ്പെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗ്യശാലിക്ക് 100% ക്യാഷ് ബാക്ക്, ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. നിർമ്മല യു കമ്മത്ത് ഫ്രം കോഴിക്കോട്. അഭിനന്ദനങ്ങൾ. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ മിസ് നിർമ്മല യു കമ്മത്ത് ഫ്രം കോഴിക്കോട്. അങ്ങനെ നമ്മൾ ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു ക്ലസ്റ്റർ കൂടി മാത്രമാണ്. അപ്പോൾ അവസാനത്തെ ക്ലസ്റ്റർ നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. കാലിക്കറ്റ് കഴിഞ്ഞ് ഇനി ആലപ്പുഴയാണ്. ആലപ്പിയിലേക്ക് നമ്മൾ എത്തുകയാണ്. നോക്കാം അല്ലേ തിരുമേനി? ആലപ്പുഴ ക്ലസ്റ്ററിൽ നിന്നും ഒരു ഭാഗ്യശാലി വരുന്നുണ്ട്. യെസ്, ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സബ്സ്ക്രൈബർ ആയവരിൽ നിന്നും സമ്മാനം നേടിയത് വിഷ്ണു വേണുഗോപാൽ, ആലപ്പുഴ. അഭിനന്ദനങ്ങൾ. ആലപ്പുഴ നിന്നും വിഷ്ണു വേണുഗോപാലാണ് 100% ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പോൾ 12 ക്ലസ്റ്റേഴ്സിൽ നിന്നും 12 ഭാഗ്യശാലികളെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഈ 12 പേരും വളരെ ഹാപ്പിയാണ്. 12 പേരുടെയും കുടുംബാംഗങ്ങളുടെയും മുഖത്ത് പുഞ്ചിരി വന്ന് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അതും നമ്മളെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ സന്തോഷം കൂടി നമ്മളെ അറിയിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ ആകുന്നത്. ലാസ്റ്റ് 30 ഇയേഴ്സിൽ എത്ര പിന്തുണയും എത്ര സ്നേഹവും നിങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടോ, അതിൽ നമുക്ക് തിരിച്ച് ആ ഒരു കേർട്ടസി, ആ ഒരു നന്ദി, സന്തോഷമൊക്കെ അറിയിക്കാൻ പറ്റുന്നത് ഇതുപോലെയാണ്. അപ്പോൾ തീർച്ചയായും തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. തിരുമേനിയുടെ 1-2 കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. തിരുമേനി ഇപ്പം ഇത്രയും 25 വർഷമായിട്ട് നമ്മുടെ കേബിൾ സർവീസിൻ്റെ ഒരു ഉപഭോക്താവാണ്. അതുപോലെ 21 ഇയേഴ്സായിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് എടുക്കുന്നു. ഇത്രയും ഒരു സീനിയർ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ ഒരു സജഷൻ ഞാൻ ചോദിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യേണ്ട ഏരിയാസ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് വളരെ ഓപ്പണായിട്ട് പറയാം. ടെക്നിക്കലി ഞാൻ സഹായനാണ്. കാര്യം ടെക്നിക്കലി എനിക്ക് അതിനെക്കുറിച്ചൊന്നും അഡ്വൈസ് ചെയ്യാൻ അറിയില്ല. പക്ഷേ എങ്കിലും ഈ നിങ്ങളുടെ സർവീസ് വളരെയധികം അഭിനന്ദനാർഹമായ സർവീസ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരപ്രാന്തത്തിൽ ജീവിക്കുന്ന എനിക്ക് വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്തുണ്ടെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്താൽ തന്നെ വളരെയധികം റെമഡിയായിട്ടത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സർവീസ് വളരെയധികം നല്ലതാണ്. അതേപോലെ ഇങ്ങനെയുള്ളതായ രീതിയിൽ പരമാവധി കസ്റ്റമേഴ്സിനെ അംഗീകരിക്കുകയും കസ്റ്റമേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടത്തുന്നതെല്ലാം നിങ്ങളുടെ
കസ്റ്റമേഴ്സിന് വളരെയധികം അത് ഉത്സാഹവും അവർക്ക് ഇതിലോട്ടൊക്കെ വരാനുള്ള ഒരു മനസ്സും ഉണ്ടാകും തീർച്ചയായിട്ടും. അതോടൊപ്പം എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഈ വേദികൾ പങ്കിടാനും ഒക്കെ സാധിച്ചു. തീർച്ചയായിട്ടും ഈ ഭാഗ്യശാലികളെ കണ്ടെത്തുന്നതിനും ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എല്ലാവരോടും അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടൊരു ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പം റിമൈൻഡർ പോലെ ഇപ്പം ബിൽ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിമൈൻഡർ, അങ്ങനത്തെ ഒരു സർവീസ് അങ്ങനെ വല്ലതും വേണം എന്നൊരു? തീർച്ചയായിട്ടും അത് എനിക്ക് മറന്നുമല്ല. ഈ നമ്മളിപ്പോൾ ഒരു പക്ഷേ ഈ ബ്രോഡ്ബാൻഡിൻ്റെ നമ്മളൊരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡിലേക്ക് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതെപ്പോഴാണ് അതിൻ്റെ തീരുന്നതെന്നുള്ളത് കുറച്ച് ഓർമ്മിക്കണമെന്നില്ല. പല തിരക്കിനിടയ്ക്കായി പോകും. അപ്പോൾ കുറച്ച് 1-2 പ്രാവശ്യം ഒന്ന് റിമൈൻ ചെയ്ത് അതിനൊരു അഡ്വാൻസായിട്ട് 1 മാസം മുമ്പേ നിങ്ങളൊരു നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ ഗുണകരമായിരിക്കും. മിക്കവാറും എല്ലാവരും ഓർമ്മിക്കും. പക്ഷേ മറ്റേ ബിസിനസ്സോ മറ്റേ മേഖലകളിലൊക്കെ നിൽക്കുന്ന ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊരു പൂജാരിയാണ്, ചിലപ്പോൾ എപ്പോഴും ഓർമ്മിച്ചോണമെന്നില്ല. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഏതിലൂടെങ്കിലും ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാര്യം ഒരുപക്ഷെ മുടക്കം കൂടാതെ അടയ്ക്കണമെന്ന് എല്ലാവർക്കും താല്പര്യം കാണും. മനഃപൂർവ്വം അല്ലാത്ത മുടക്കങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സജഷനാണ്. കാരണം നമ്മളത് സീരിയസ് ആയിട്ട് തന്നെ അങ്ങനെ ഒരു പരിഗണിക്കേണ്ട ഒരു സജഷൻ തന്നെയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോടും എല്ലാവരോടും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുക. കേരളത്തിലെമ്പാടുമുള്ള കേബിൾ വിഷൻ അതുപോലെ തന്നെ ഈ ഫൈബർ ഓപ്റ്റിക്സ് ഉപയോഗിക്കുന്ന ACBയുടെ ഉപഭോക്താക്കളെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും മറ്റുള്ളവരോട് ഇത് പറഞ്ഞിട്ട് ഇവരുടെ സർവീസിനെ കുറിച്ച് നിങ്ങളായിരിക്കണം ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ എടുക്കുക. ഞാനും അതിൻ്റെ ഒരു ഭാഗം ആവാൻ എനിക്ക് സാധിച്ചതിൽ അങ്ങേയറ്റം നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് വിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു, എല്ലാ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. ഇനിയും അനവധി വർഷം ഇതെത്രത്തോളം വികസിതമായിട്ട് പോകാൻ സാധിക്കുമോ അത് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു പുരോഹിതൻ എന്നുള്ളത് എനിക്ക് എന്നേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും സർവേശ്വരൻ്റെയും ഞാൻ ആരാധിക്കുന്ന എൻ്റെ ആരാധനാമൂർത്തിയായ സാക്ഷാൽ ശബരിഗിരീശൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഒരു വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. അത്രയും ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ തന്നെയാണ് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയത്. അപ്പോൾ തിരുമേനിക്ക് നമ്മുടെ ഒരുപാട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ നിറഞ്ഞൊരു ദക്ഷിണ നമ്മൾ സമ്മാനമായിട്ട് നൽകുകയാണ്. അപ്പോൾ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണം, നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. തീർച്ചയായിട്ടും. ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്ക്, ഏഷ്യാനെറ്റ് 100% ക്യാഷ് ബാക്ക് ഓഫറിൻ്റെ ഭാഗമായിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, സബ്സ്ക്രൈബേഴ്സിനോട് ഷെയർ ചെയ്യാനുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ പുതിയൊരു അക്കാഡമിക് ഇയർ ഒക്കെ തുടങ്ങാൻ പോവുകയാണല്ലേ. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു, കോളേജസ് തുറക്കാൻ പോകുന്നു. ഈവൻ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കായാലും ലാപ്ടോപ്പ് പുതിയതായിട്ട് വാങ്ങുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കുമായിട്ട് വളരെ ആകർഷകമായിട്ടുള്ള ഒരു ഓഫർ ഇതാ വരുന്നു. മറ്റൊന്നുമല്ല, പുതിയ ലാപ്ടോപ്പ് വാങ്ങിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ ലാപ്ടോപ്പിൻ്റെ ബില്ലും ഒപ്പം 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ്റെ ലംസം പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ അവർക്ക് 15% ഡിസ്കൗണ്ട് പ്ലസ് 1 മന്ത് 100% ക്യാഷ് ബാക്ക് സമ്മാനമായിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 6 മാസത്തെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഏതാണോ എടുത്തിരിക്കുന്നത് അത് 6 മാസത്തെ ലംസം പേയ്മെൻറ്റ് ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ടും പ്ലസ് 1 മാസത്തെ 100% ക്യാഷ് ബാക്കും നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നു. ഇനി 12 മാസത്തേക്ക്, അതായത് 1 വർഷത്തേക്കുള്ളത് ലംസമായിട്ട് നിങ്ങൾ പേ ചെയ്യുകയാണ് എങ്കിൽ 20% ഡിസ്കൗണ്ട് പ്ലസ് 2 മന്ത്സ് 100% ക്യാഷ് ബാക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആകർഷകമായിട്ടുള്ള ഒരു ഓഫറാണ്. ഈ ഡിസ്കൗണ്ടും അതുപോലെ ക്യാഷ് ബാക്കും ഒക്കെ കരസ്ഥമാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് സർവീസ് നേടിയെടുക്കുക. ഓക്കെ, ഇനിയും ഏഷ്യാനെറ്റ് 100% ക്യാഷ് ബാക്ക്, ഫൈബർ ക്യാഷ് ബാക്കിൻ്റെ ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമ്മാനം കരസ്ഥമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: എത്രയും പെട്ടെന്ന് ഏഷ്യാനെറ്റ് ഫൈബറിൻ്റെ പുതിയൊരു കണക്ഷൻ എടുക്കുക. ഇതിനായി ചെയ്യേണ്ടത് വിളിക്കേണ്ട നമ്പർ 8086011111. ഇനി വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പുതിയ കണക്ഷൻ എടുക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പറായ 8086011133 ഹായ് എന്ന് മെസ്സേജ് ചെയ്യുക. അങ്ങനെ വിജയകരമായി ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്കിൻ്റെ
ഈ ആഴ്ചയിലെ വിജയികളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒരുപാട് പേർക്ക് സമ്മാനം കൊടുക്കുമ്പോൾ നമ്മുടെയും ഹൃദയവും സന്തോഷവും നിറയും അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുടുംബവും. അപ്പോൾ തീർച്ചയായും ഒരുപാട് ഭാഗ്യശാലികൾക്ക് ഇനിയും സമ്മാനം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഏഷ്യാനെറ്റ് ഫൈബറിൻ്റെ ഒരു പുതിയ കണക്ഷൻ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഉണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാകുക, കൈ നിറയെ സമ്മാനങ്ങൾ നേടുക. വീണ്ടും അടുത്ത ആഴ്ച കാണാം. അൻറ്റിൽ ദെൻ ഗുഡ് ബൈ.